രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ലണ്ടൻ ബോംബ് സ്ഫോടനങ്ങൾക്ക് ശേഷം എന്ത് ഉപദേശമാണ് എനിക്ക് നൽകുവാനുള്ളത്? ശിരോവസ്ത്രം അഴിച്ചുമാറ്റണമെന്ന ഒരു മുസ്ലിമിന്റെ ഫത്വയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം. ആദ്യത്തെ ചോദ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, രണ്ട് വ്യത്യസ്ത വീക്ഷണങ്ങളിലുള്ള മുസ്ലിങ്ങളെ എന്റെ യാത്രാവേളകളിൽ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഭവിച്ചത് എല്ലാം തന്നെ തെറ്റാണ്. പൂർണ്ണമായും തെറ്റെന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്ന ഒരു വിഭാഗം, അത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുന്ന അടുത്ത വിഭാഗം, ഇത്തരത്തിലുള്ളവരെ കാണുവാൻ സാധിക്കും. പക്ഷേ നാം ഒരു മധ്യമാർഗം സ്വീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ മറുപടി ഇപ്രകാരമാണ്. കഴിഞ്ഞ മാസം ലണ്ടനിൽ സംഭവിച്ച 50-ൽ കൂടുതൽ നിരപരാധികളുടെ മരണത്തിന് കാരണമായ സംഭവങ്ങൾ. നിരപരാധിയായി ഏതൊരു മനുഷ്യനെയും കൊല്ലുന്നത് നിഷിദ്ധമായ കാര്യമാണ്. അല്ലാഹു ഖുർആനിലെ അധ്യായം 5:32 ഇപ്രകാരം പറയുന്നു: മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഖുർആനിൽ പറയുന്നത്, വല്ല മനുഷ്യനും മറ്റൊരു മനുഷ്യനെ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, കൊലപ്പെടുത്തിയാൽ അത് ഹിന്ദുവാകട്ടെ ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിമാകട്ടെ, അത് മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. അതുകൊണ്ട് 50-ൽ കൂടുതൽ നിരപരാധികളായ മനുഷ്യർ മരിക്കുകയുണ്ടായി. ആ പ്രവൃത്തി വിമർശിക്കപ്പെടേണ്ടതാണ്. പല മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും അമേരിക്കയിലും യുകെയിലുമൊക്കെയുള്ള പത്രങ്ങളുടെ മുൻവശത്തെ താളുകളിൽ തന്നെ ഞങ്ങൾ ആ സംഭവത്തെ വിമർശിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, അവർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് അപൂർണമായൊരു പ്രസ്താവനയായാണ് എനിക്ക് തോന്നുന്നത്. ലണ്ടനിൽ നടന്നത് തെറ്റായ കാര്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് ഇസ്ലാമിനെതിരാണ്. ഞങ്ങൾ അതിനെ വിമർശിക്കുന്നു. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന സംഭവത്തെയും ഞങ്ങൾ വിമർശിക്കുന്നു. 5000-ൽ കൂടുതൽ നിരപരാധികൾ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. പക്ഷെ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അഫ്ഗാനിസ്ഥാനിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവത്തെയും ഞങ്ങൾ വിമർശിക്കുന്നു. അതേ ശ്വാസത്തിൽ തന്നെ ഇറാഖിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവത്തെയും ഞങ്ങൾ വിമർശിക്കുന്നു. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ഗുജറാത്തിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവത്തെയും ഞങ്ങൾ വിമർശിക്കുന്നു. ദൌർഭാഗ്യകരെന്ന് പറയട്ടെ, നമ്മൾ മുസ്ലിങ്ങൾ ക്ഷമാപണം നടത്തുന്നവരായി മാറിയിരിക്കുന്നു. എനിക്ക് ആ പദം ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. നമ്മുടെയെല്ലാം പൌരുഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുതരം ഷണ്ടന്മാരെ പോലെ പൌരുഷം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? തെറ്റായ കാര്യം എന്താണോ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ഈ സംഭവങ്ങളിൽ ആരാണ് ഇവ ചെയ്തത് എന്ന് പോലും നമുക്കറിയില്ല. ഇസ്ലാമിക ഭീകരത, മുസ്ലിം ഭീകരത എന്ന് മാധ്യമങ്ങൾ ഇതിനെ ചിത്രീകരിക്കുന്നു. IRA കേട്ടിട്ടില്ലേ? ആരാണ് അതിനെ കത്തോലിക്ക ഭീകരത എന്ന് വിളിക്കുന്നത്? ആരെങ്കിലും ആ സംഭവത്തെ കത്തോലിക്ക ഭീകരത എന്ന് വിളിക്കുന്നുണ്ടോ? അവർ കത്തോലിക്കക്കാരാണ്. പക്ഷെ അവരെ കത്തോലിക്ക ഭീകരവാദികൾ എന്ന് വിളിക്കാറില്ല. പക്ഷെ ഏതെങ്കിലും മുസ്ലിം അപ്രകാരം ചെയ്യുമ്പോൾ ഉടൻ തന്നെ അവരെ മുസ്ലിം ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു. സമൂഹത്തിലെ മോശക്കാരെ തിരഞ്ഞെടുത്ത് അവരെ മാധ്യമങ്ങൾ മാതൃകായോഗ്യരായ മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്നു. നമുക്ക് സമുദായത്തിൽ മോശമായ ആളുകളുണ്ട്. ഞാൻ അവരെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾക്കിടയിൽ അത്തരക്കാരുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നതാരാണ്? ഹിറ്റ്ലർ. 6 മില്യൺ യഹൂദരെ കൊലപ്പെടുത്തി. 6 മില്യൺ യഹൂദന്മാരെ കൊല്ലാൻ ക്രിസ്ത്യൻ മതത്തിൽ പറയുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ? മുസോളിനി ആരായിരുന്നു? അദ്ദേഹം ക്രിസ്ത്യാനി. മദ്രസകളെ നിരോധിക്കണമെന്ന് മാധ്യമങ്ങൾ പറയാറുണ്ട്. കാരണം മദ്രസകൾ ആക്രമണം സൃഷ്ടിക്കുന്നു, മറ്റു മനുഷ്യരെ കൊല്ലുവാനുള്ള പരിശീലനം നൽകുന്നു. ഏത് മദ്രസയിലാണ് ഹിറ്റ്ലർ പോയത്? മുസോളിനി ഏത് മദ്രസയിലാണ് പോയത്? ഏത് മദ്രസ? അപ്പോൾ നമ്മൾ സത്യം പറയണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തെറ്റായ കാര്യം എന്താണോ അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ ജിഹാദും ഭീകരവാദവും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പരിപാടിയിൽ അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു. സഹോദര സാക്കിർ, നിങ്ങൾ ഒസാമ ബിൻ ലാദനെ ഒരു ഭീകരവാദിയായി കാണുന്നുണ്ടോ? ഞാൻ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: നിരപരാധികളായ വ്യക്തികളെ ഭയപ്പെടുത്തുന്നവൻ, ഭീതി പടർത്തുന്നവൻ എന്ന അർത്ഥത്തിലാണോ നിങ്ങൾ ഭീകരവാദി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി ഉസാമ ബിൻ ലാദനെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുമല്ല, ശത്രുവുമല്ല. ഖുർആനിൽ അധ്യായം 49:6 ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് ഒരു വൃത്താന്തം ലഭിച്ചാൽ അത് ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മറ്റൊരാൾക്ക് അത് കൈമാറുക. BBC-യും CNN-ഉം പറയുന്ന വിശദീകരണങ്ങൾ പ്രകാരം എനിക്ക് എന്റെ അഭിപ്രായം പറയുവാൻ സാധിക്കില്ല. വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നുമില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കാണുകയും ശേഷം ഒരു ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അഭിപ്രായം പറയുവാൻ സാധിക്കുമായിരുന്നു. മാധ്യമങ്ങളിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
സാധിക്കും. ചില കാര്യങ്ങൾ മാത്രമേ സാധിക്കൂ. പ്രധാന കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്നയാൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. നിരവധി സിദ്ധാന്തങ്ങൾ നിങ്ങൾ ഇന്റർനെറ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് അവർ തന്നെ ചെയ്തതാണെന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ കാണുവാൻ സാധിക്കും. ജോർജ് ബുഷ് തന്നെയാണ് ആ സംഭവം നടത്തിയതെന്ന് പറയുന്ന ചില സിദ്ധാന്തങ്ങൾ പോലുമുണ്ട്. ആ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോർജ് ബുഷാണ് കുറ്റവാളി എന്ന് എനിക്ക് പറയുവാൻ സാധിക്കില്ല. ഉസാമ ബിൻ ലാദനാണത് ചെയ്തത് എന്നതിനുള്ള തെളിവ് അഫ്ഗാനിസ്ഥാൻ ചോദിക്കുമ്പോൾ ജോർജ് ബുഷ് തെളിവ് കൊടുത്തത് ടോണി ബ്ലെയറിനും മുഷറഫിനുമാണ്. അപ്പോൾ ഒരു വാദത്തിനു വേണ്ടി ഒസാമ ബിൻ ലാദൻ തന്നെയാണ് അത് ചെയ്തത് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഒരു മനുഷ്യന് വേണ്ടി 1000-ഓളം നിരപരാധികളായ മനുഷ്യനെ എങ്ങനെ നിങ്ങൾക്ക് കൊല്ലുവാൻ സാധിക്കും? നിങ്ങൾക്കങ്ങനെ ചെയ്യാമോ? ഏത് മതമാണ് അതിനുള്ള അനുവാദം നൽകുന്നത്? ഏത് മതം? എന്നിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തന്നെ അക്കാര്യം ടിവിയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ പോവുകയാണ്. 1000-ഓളം ജനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ മരിക്കുകയുണ്ടായി. നമുക്ക് ബോംബ് സ്ഫോടനങ്ങൾ CNN-ലും BBC-യിലും കാണുവാൻ സാധിച്ചിരുന്നു. വളരെ വ്യക്തമായി കാണാമായിരുന്നു. അതുകൊണ്ട് ഒന്നാം സ്ഥാനക്കാരനായ ഭീകരവാദി ആരാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ജോർജ് ബുഷ് എന്ന് ഞാൻ പറയും. ഡോക്ടർ സാക്കിർ നായിക് സ്വയം ഒരു മൗലികവാദിയായ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുകയും ജോർജ് ബുഷിനെ ഒരു ഭീകരവാദി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത് തലവാചകമായി വന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രഭാഷണം ലണ്ടനിൽ നടത്തിയിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഏത് സംഘടനക്കാരനാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ഇസ്ലാമും ഭീകരതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം എഴുന്നേറ്റിട്ട് തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിനു ശേഷം ജോർജ് ബുഷിന് മരണമുണ്ടാകട്ടെ എന്നും പറയുകയുണ്ടായി. ചിലർ അദ്ദേഹത്തെ പിന്തുണക്കുന്നുണ്ടായിരുന്നു. അതോടെ എന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശം തകർന്നുപോയി. ഞാൻ എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു സംഭവം പറയാം. ഇസ്ലാമിന്റെ ശക്തരായ 2 ശത്രുക്കളുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും പേരുകൾ ഉമർ എന്നായിരുന്നു. ഏതെങ്കിലും ഒരു ഉമറിന് സന്മാർഗം നൽകുവാനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി. അതുകൊണ്ട് ജോർജ് ബുഷിന് സന്മാർഗം നൽകണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നാം വായ തുറക്കുന്നുണ്ടെങ്കിലും എങ്ങനെ വായ തുറക്കണമെന്നറിയില്ല എന്നതാണ് നമ്മൾ മുസ്ലിങ്ങളുടെ പ്രശ്നം. ജോർജ് ബുഷിന് സന്മാർഗം നൽകണമേ എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമോ? ടോണി ബ്ലെയറിനും സന്മാർഗം നൽകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗം നൽകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മാർഗദർശനമേകട്ടെ. നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്നില്ല എന്നതാണ് നമുക്കുള്ള പ്രശ്നം. ഇസ്ലാമിന്റെ കൊടും ശത്രുക്കളിൽ ഒരാളായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഇസ്ലാമിന്റെ ശക്തനായ പിന്തുണക്കാരനായി മാറി. അൽ ഫാറൂഖ്, സത്യവും അസത്യവും വേർതിരിക്കുന്നയാൾ എന്ന പദവി പോലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നാളെ ജോർജ് ബുഷ് മുസ്ലിമാവുന്നു എന്ന് സങ്കല്പിക്കുക, അതാണ് നല്ലത്. നാം എന്തിന് അദ്ദേഹത്തെ കൊല്ലാൻ നോക്കണം? ജോർജ് ബുഷിന് സന്മാർഗം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ടോണി ബ്ലെയറിന് സന്മാർഗം ലഭിക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇവർക്കെല്ലാവർക്കുമായി പ്രാർത്ഥിക്കുക. ഇറാഖിൽ നടന്ന സംഭവങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറയാം. അവിടെ ബഹുജന വിനാശ ആയുധങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ബഹുജന വിനാശ ആയുധങ്ങളൊന്നും പിന്നീട് ലഭിച്ചില്ല. അപ്പോൾ എന്തു സംഭവിച്ചു? പൂർവ്വ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ നല്ലൊരു മുസ്ലിം ആയിരുന്നില്ലെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അത് നല്ല മനുഷ്യനല്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഇറാഖിയെ കാണുമ്പോൾ അവർ പറയുന്നത് ഇപ്രകാരമാണ്: സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനേക്കാളും മോശമാണ്. അന്നത്തേതിനേക്കാൾ കൂടുതൽ മോശമാണ് ഇന്നത്തെ സാഹചര്യം. കൂടുതൽ മോഷണങ്ങളുണ്ട്, ഇറാഖിലെ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്, കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അരക്ഷിതാവസ്ഥ വർദ്ധിച്ചിരിക്കുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത് തുറന്ന ഭീകരതയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിട്ട് ആരും തന്നെ വായ തുറക്കുന്നില്ല. അതുകൊണ്ട് ലണ്ടനിൽ 53 54 പേർ മരിക്കാനിടയായ സംഭവത്തെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. ഞങ്ങൾ അതിന് മാപ്പ് കൊടുക്കുന്നില്ല, മറിച്ച് കുറ്റപ്പെടുത്തുന്നു. 2 മിനിറ്റ് നിശബ്ദത പാലിക്കാമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങളും അതിനോട് യോജിക്കുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാന് വേണ്ടിയോ ഇറാഖിനു വേണ്ടിയോ എത്ര നേരം നിശബ്ദത പാലിക്കണം? ലണ്ടനിൽ മരിച്ച 50 പേർക്ക് വേണ്ടി നിശബ്ദത പാലിക്കണമെങ്കിൽ
ഞങ്ങൾ അതിനെതിരല്ല. അന്ന് സംഭവിച്ചത് തെറ്റ് തന്നെയാണ്. ഞങ്ങൾ അതിന് മാപ്പ് കൊടുക്കുന്നില്ല, മറിച്ച് കുറ്റപ്പെടുത്തുന്നു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും മരിച്ച ആയിരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഗുജറാത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലഹളകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സെപ്റ്റംബർ 11 ന്യൂയോർക്കിൽ മരിച്ചവരേക്കാൾ കൂടുതൽ പേർ മരിച്ചത് ഗുജറാത്തിലായിരുന്നു. 5000 മുതൽ 10000 മുസ്ലിങ്ങൾ വരെ അന്ന് ക്രൂരമായി വധിക്കപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെപ്പറ്റി വല്ലതും പരാമർശിച്ചിരുന്നു. അതെ, കുറച്ച് ദൃശ്യങ്ങൾ അവിടെയും ഇവിടെയും കാണിച്ചു, അത്ര തന്നെ. വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു ഗുജറാത്തിലെ സാമ്പത്തിക നഷ്ടം. നിരീക്ഷണങ്ങളുടെ ഫലമാണ് ഞാൻ പറഞ്ഞത്. ആരാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്? ഒരു യൂറോപ്പുകാരനോ ബ്രിട്ടീഷുകാരനോ മരിക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ അഫ്ഗാനികളും പലസ്തീൻകാരും ഇറാഖികളും മരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ആരിലും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ധർമ്മനിഷ്ഠയുള്ളവരൊഴിച്ച് ഇസ്ലാമിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. അല്ലാഹു ഖുർആനിന്റെ 49 അധ്യായം 13 ഇപ്രകാരം പറയുന്നു: യാ അയ്യുഹന്നാസു ഇന്ന ഖലഖനാകും മിൻ സഖറിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനേക്കാൾ ഉന്നതനാകാനുള്ള നിബന്ധന എന്നത് ലിംഗവ്യത്യാസമല്ല, സമ്പത്തല്ല, തൊലിയുടെ നിറമല്ല, ദേശീയതയല്ല, മറിച്ച് ദൈവഭക്തിയാണ്, ധർമ്മനിഷ്ഠയാണ്, ധർമ്മബോധമാണ്. അപ്പോൾ എല്ലാവരും തുല്യരാണ്. കുറച്ച് പാശ്ചാത്യരായിട്ടുള്ളവരോ അല്ലെങ്കിൽ യൂറോപ്യൻ സന്ദർശകരോ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ അത് മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി വരുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ഫലസ്തീനികൾ, അഫ്ഗാനികൾ എല്ലാം തന്നെ കൊല്ലപ്പെടുന്നു. മാധ്യമങ്ങൾ എവിടെയാണ് അത് ചർച്ച ചെയ്യുന്നത്? എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ഈ ഇരട്ടത്താപ്പിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതെ, ലണ്ടനിൽ നടന്നതിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. സെപ്റ്റംബർ 11 ന്യൂയോർക്കിൽ നടന്നതും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നടന്നതിനെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇറാഖിലും ഗുജറാത്തിലും നടന്നതും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു. മാധ്യമങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവർ സമുദായത്തിലെ മോശക്കാരെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ചോദിക്കും, ആദ്യമായി നിങ്ങൾ ഒരു മുസ്ലിമാണോ? എന്താണ് നിങ്ങൾ? മുസ്ലിങ്ങൾ. ഉത്തരം തെറ്റല്ല, പക്ഷേ അത് ഹിക്മത്തല്ല, യുക്തിയല്ല. ഉത്തരം ശരിയാണ്, പക്ഷേ ഞാൻ വ്യത്യസ്തമായൊരു രീതിയിലായിരിക്കും ഉത്തരം പറയുക. നിങ്ങൾ ആദ്യം ഒരു മുസ്ലിമാണോ അതോ ഇന്ത്യനാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, അതുപോലെ ആര് എവിടെ ചോദിച്ചാലും ശരി, അടുത്ത പ്രാവശ്യം നിങ്ങൾ ആദ്യം ഒരു ബ്രിട്ടീഷുകാരനാണോ മുസ്ലിമാണോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ തിരിച്ച് അയാളോട് ഇപ്രകാരം ചോദിക്കുക: നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനാണോ അതോ ബ്രിട്ടീഷുകാരനാണോ? എതിരെ ചോദിക്കുക, എതിരാളിയെ നിഷ്പ്രഭനാക്കുക. അദ്ദേഹം ആദ്യം ഒരു മനുഷ്യനാണോ ബ്രിട്ടീഷുകാരനാണോ? എന്തായിരിക്കും മറുപടി? മനുഷ്യനോ? അപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരാണോ? നിങ്ങൾ ദേശവിരുദ്ധനാണോ? എതിരാളിയെ നിഷ്പ്രഭനാക്കുക. നാം എന്തിനാണ് ക്ഷമാപണം നടത്തുന്നത്? അമേരിക്കയിൽ പോയാലും അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണ്. ശരിയാണോ? തെറ്റാണോ? ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹം മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എതിരാളിയെ നിഷ്പ്രഭനാക്കേണ്ടതുണ്ട്. അവർ നമ്മെ വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ നാം എന്തിനു ക്ഷമാപണം നടത്തണം? നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു ചോദ്യം പ്രയോഗിക്കൂ: നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനാണോ അതോ ബ്രിട്ടീഷുകാരനാണോ? ആദ്യം അദ്ദേഹം ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനാണ് എന്നതുപോലെ ഞങ്ങൾ ആദ്യം മുസ്ലിമാണ്. ഞങ്ങൾ ആദ്യം മുസ്ലിം ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ബ്രിട്ടീഷുകാരുമാണ്. ആദ്യം മുസ്ലിം, പിന്നീട് ബ്രിട്ടീഷുകാരൻ. കാരണം അല്ലാഹുവാണ് നമ്മുടെ സ്രഷ്ടാവ്, പരിപാലകൻ. ഈ ജീവിതം നമുക്ക് തന്നത് അവനാണ്. അവനാണ് ഈ സൗകര്യങ്ങളെല്ലാം നമുക്ക് നൽകിയത്. ഞങ്ങൾക്ക് അവനോടാണ് ആദ്യം നന്ദിയുള്ളത്, കൂറുള്ളത്. ശേഷം ഞങ്ങൾക്ക് രാജ്യത്തോടും കൂറുണ്ട്. പക്ഷെ രാജ്യത്തിന്റെയും അള്ളാഹുവിന്റെയും നിയമങ്ങൾ വൈരുദ്ധ്യമാകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനാണ് ആദ്യസ്ഥാനം. മാനവികതയുടെയും രാജ്യത്തിന്റെയും നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടെങ്കിൽ ആരെയാണ് നിങ്ങൾ ആദ്യം പിൻപറ്റുക? രാജ്യത്തെയാണോ? മനുഷ്യത്വത്തെയാണോ? മനുഷ്യത്വത്തെ. കാരണം ആദ്യം നിങ്ങളൊരു മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് മനുഷ്യത്വത്തിനെതിരായ നിയമമുണ്ടെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ അതിനെ പിൻപറ്റുമോ? ഇല്ല. കാരണം
ആദ്യം നിങ്ങളൊരു മനുഷ്യനാണ്. അതുപോലെ നിങ്ങൾ ആദ്യം ഒരു സൗദിയാണോ മുസ്ലിമാണോ? നിങ്ങൾ ആദ്യം ഒരു മുസ്ലിമാണ്. ബ്രിട്ടനിൽ മാത്രമാണ് നിങ്ങൾ ആദ്യം ഒരു മുസ്ലിം എന്ന് അതിനർത്ഥമില്ല. നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിൽ ആദ്യം നിങ്ങളൊരു മുസ്ലിമാണ്, ശേഷമാണ് നിങ്ങളൊരു സൗദിക്കാരനാവുക. UAE-യിൽ ആദ്യം നിങ്ങളൊരു മുസ്ലിമാണ്, ശേഷം നിങ്ങളൊരു എമിറാത്തിയാണ്. കുവൈത്തിൽ ആദ്യം നിങ്ങളൊരു മുസ്ലിമാണ്, ശേഷം നിങ്ങളൊരു കുവൈത്തിയാണ്. എതിരാളിയെ നിഷ്പ്രഭനാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അള്ളാഹു പറയുന്നത് പോലെ യുക്തി ഉപയോഗിച്ച് സംസാരിക്കുവാൻ നമുക്കറിയില്ല. അതുകൊണ്ട് എതിർവാദം നടത്തേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ഈ രീതിയിൽ നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കും. മാധ്യമങ്ങൾ ചെയ്യുന്നതെന്താണ്? അവർ സമുദായത്തിലെ മോശമായവരെ തിരഞ്ഞെടുക്കും.